നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. സ്വകാര്യ ഭൂമിയിൽ മറയൂർ ചന്ദനമരം നട്ടുവളർത്താം. ട്രീ ബാങ്കിംഗ് പദ്ധതി വനം വകുപ്പുമായി ഉടമ്പടി വയ്ക്കണം. കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ 1-ാം വർഷ വനം വകുപ്പ് സൗജന്യമായി നൽകുന്നത് 30,000 ചന്ദന തൈകൾ. സ്വകാര്യ ഭൂമിയിൽ മറയൂർ ചന്ദന തൈകൾ നട്ടുപിടിപ്പിക്കുവാൻ വനം വകുപ്പിൻ്റെ ട്രീ ബാങ്കിംഗ് പദ്ധതി 15 വർഷം നീണ്ട പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് വനം വകുപ്പുമായി ഉടമ്പടിയിൽ ഏർപ്പെടണം. ഇതിൻ്റെ ഭാഗമായി കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ 1-ാം വർഷം 30,000 ചന്ദനമരത്തൈകളാണ് വനം വകുപ്പ് സൗജന്യമായി നൽകുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ശേഷം മറ്റ് ജില്ലകളിലും പദ്ധതി വ്യാപകമാക്കും. മറയൂർ ചന്ദനമരങ്ങളുടെ തൈകൾ കൊല്ലം സാമൂഹ്യ വനവൽക്കരണ വിഭാഗം നഴ്സറിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത വർഷം മുതൽ തേക്ക്, ഈട്ടി, പ്ലാവ്, ആഞ്ഞിലി, തമ്പകം, കരിമരുത്, കുമ്പിൾ, വെന്തേക്ക് എന്നിവയുടെ തൈകളും സൗജന്യമായി നൽകും. 15 വർഷത്തേക്ക് ഉടമ്പടിയിൽ ഏർപ്പെടുന്നവർക്ക് ധനസഹായം വനം വകുപ്പ് നൽകും. സ്വന്തമായി ഭൂമി ഉള്ളവർക്കോ 15 വർഷം പാട്ടത്തിന് ഭൂമി കൈവശമുള്ളവർക്കോ പദ്ധതിയുടെ ഭാഗമാകാം. സാമൂഹിക വനവൽക്കരണ വിഭാഗം റേഞ്ച് ഓഫീസുകളിൽ പദ്ധതിക്കായി രജിസ്റ്റർ ചെയ്യാം. 15 വർഷം പൂർത്തിയായതിനു ശേഷം സ്ഥലം ഉടമയ്ക്ക് സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിൻ്റെ അനുമതിയോടെ മരങ്ങൾ മുറിച്ച് ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യാവുന്നതാണ്. ധനസഹായം ലഭിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മരങ്ങളുടെ എണ്ണം ധനസഹായം പ്രതിവർഷം ഒരു മരത്തിന് എന്ന രീതിയിലാണ്. 10 മുതൽ 100 വരെയുള്ള മരങ്ങൾ വരെയുള്ളവർക്ക് 30 രൂപ, 101 മുതൽ 250 വരെയുള്ള മരങ്ങൾക്ക് 25 രൂപയും, 251 മുതൽ 500 വരെ 20 രൂപയും, 500 മുതൽ 750 രൂപ വരെ 15 രൂപയും, 751 മുതൽ 1000 വരെ 10 രൂപയുമാണ്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.